എന്താ രാമേന്ദ്ര പ്രശ്നം? കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് 1-2 ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാനാ? പക്ഷെ അതിനു മുന്നേ കുറച്ച് നാൾക്ക് കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും ലെന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന. എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും. ചിലർ പറയും ലെന കിളി പോയി എന്നാ തോന്നണേന്ന് പറയും. ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും, കടുപ്പം കുറച്ച് പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിലുള്ള കമന്റ്സ് തീർച്ചയായിട്ടും ലെനയും കേട്ടിട്ടുണ്ടാവും അല്ലേ? തോളിൽ നിന്ന് ചെവി നിന്നോ, പക്ഷെ തല മുഴുവനോടെ തന്നെയല്ലേ കേട്ടോ. ഇതൊക്കെ കേട്ടത് എവിടെയാ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഒന്ന് പറയൂ. സോഷ്യൽ മീഡിയ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ്വലി പോസ്റ്റ് ചെയ്യുന്നത്? ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. സയന്റിസ്റ്റ്, ഓത്തേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ് അവരൊക്കെയാണോ? അല്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ് ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത്. പ്രശാന്ത് നായർ എന്ന ഫൈറ്റർ പൈലറ്റ് ആസ്ട്രോനോട്ട് ബുക്ക് വാങ്ങി വായിക്കുകയും എന്നെ കോൺടാക്ട് ചെയ്യും. ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആവാൻ കാരണം ഇതൊക്കെയാണ്. കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മകഥ വാരികയിൽ ഗണ്ടച്ച പ്രസിദ്ധീകരിക്കും, അപ്പൊ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കമന്റും വായിക്കാനിരുന്നാൽ എന്റെ നിലവാരം എന്താവും? നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും നമ്മൾ മറ്റുള്ളവരുടെയും കാണണം, മറ്റുള്ളവരുടെയും ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. സോ അതൊക്കെ അറിയാനായി ടൈം സ്പെൻഡ് ചെയ്യണം. അതിന് വെച്ച വെള്ളം വെറുതെ ചൂടാക്കണ്ട. ഞാൻ കുറച്ച് ഓവറായില്ലേ? Again, it all depends person to person. ഈ പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്ന ലൈഫിൽ? അതാ ഞാൻ പറഞ്ഞ കമ്പാരിസൺ ഇല്ല. എല്ലാവരോടും നമ്മൾ ചെയ്യുന്ന എല്ലാവരും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യും. അതാണ് മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യുന്നത്. എനിക്കിതാണ് ശരി, സോ ഞാൻ ഈ റൂട്ടിൽ കൂടിയാണ് പോണത്, സോ നിങ്ങളും ഇതേ റൂട്ടിൽ കൂടെ തന്നെ വരൂ. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും അതേ മേഖലയിലല്ലല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു സംഭ്രമം. അത് അയവാച്ചൻ ഇത് ആദ്യം ആയതുകൊണ്ടാ. കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും. അന്തപ്പൻ ഒന്ന് പറഞ്ഞു മനസ്സിലായി കൂടി. എനിക്ക് നേരല്ല. ഞാൻ പോയിട്ട് നാളെ വരാം.